ഓണം 2 ആഴ്ച കഴിഞ്ഞാൽ ഇങ്ങ് വരും. പക്ഷേ ഓണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ല. മിഠായി തെരുവിൽ കടകൾ തുറന്നു വരുന്നതേയുള്ളൂ. ഉണരണം, ഈ തെരുവുകളെല്ലാം ഉണരണം. മനുഷ്യരെല്ലാം സ്വതന്ത്രമായി സഞ്ചരിക്കണം, നിർഭയമായി സഞ്ചരിക്കണം, ആനന്ദോത്സവത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾക്കൊപ്പം കലാകാരന്മാരുണ്ട്. നമ്മൾ മിഠായി തെരുവിലൂടെയുള്ള ഒരു വാർത്താ നടത്തമാണ്. ആ നടത്തത്തിന് ഒരു ഭാഗത്തെത്തിയപ്പോൾ നമ്മൾ സ്റ്റക്കായി പോയി അല്ലേ? പെട്ടെന്ന് കേട്ടപ്പോൾ ആ വൈബ് അങ്ങ് പോയി. അപ്പോൾ ഫെഫ്കയിൽ നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും, പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഏത് കൊലക്കൊമ്പനാണെങ്കിലും ശരി. നമ്മുടെ കലാകാരികളെല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊപ്പമുള്ള യാത്ര തുടരുകയാണ്. ഒരു ചെറിയ ഇടവേള കൂടി നിങ്ങളുടെ അനുവാദത്തിൽ ഞാൻ എടുത്തോട്ടെ. അപ്പോൾ ഒരു ചെറിയ ഇടവേള. ചായക്കട വരെ നടന്നിട്ടുള്ള ഇടവേള എടുത്താൽ ചായക്കട വരെ അല്ലേ? എന്താ പിന്നെ നമുക്കൊരു ചായക്കട വരെ നടക്കാം. എന്താ ഒരു പാട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ട്, പുതിയൊരു പാട്ടുകാരി വന്നിട്ടുണ്ടല്ലോ. വന്നോട്ടെ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10th. എവിടെ പഠിക്കുന്നത്? പ്രൊവിഡൻസ്. ഓണം പരിപാടിക്കൊക്കെ സാധാരണ പങ്കെടുക്കാറുണ്ടോ? പ്രൊവിഡൻസിൽ ഓണാഘോഷം ഉണ്ടോ? അത് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, സ്കൂളിലും കോളേജിലും ഒന്നും വലിയ രീതിയിലുള്ള ഓണാഘോഷം വേണ്ട എന്നൊരു നിലപാട് അവർ സ്വീകരിക്കാനുള്ള കാരണം ഒരു തെറ്റായ മെസ്സേജ് പോയിട്ടുണ്ട്. ഓണം വേണ്ട എന്നുള്ളത് സർക്കാരിനെ ഞാൻ പൂർണ്ണമായിട്ട് പഴി പറയില്ല. നമുക്കൊപ്പം മിനിസ്റ്റർ റിയാസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരും. ഒരു 2 വരി ഒന്ന് മൂളാം മിനിസ്റ്റർക്ക് കൂടെ വേണ്ടി. ഓ ആയിക്കോട്ടെ. അനുരാഗ ഗായികയുടെ പേര് ശ്രീലക്ഷ്മി എന്ന കൊച്ചു ഗായികയുടെ പാട്ടാണ് പ്രേക്ഷകർ കേട്ടത്. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് തയ്യാറാണ്. ഈ കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അനുകൂലമായ ഒരു നിലപാട് മിനിസ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സർക്കാരിന് അനുകൂലമായ നിലപാട് തന്നെയാണ്. പക്ഷേ ആ ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഏതുതരം ആഘോഷവും നമ്മൾ റൺ ചെയ്യും. പക്ഷേ അതിനൊരു മെസ്സേജ് തെറ്റായിട്ട് പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. തീർച്ചയായും ഓണവും ആഘോഷവും ആനന്ദോത്സവവും ഒക്കെ വേണം. ദുരന്തമുഖത്ത് നിന്ന് അതിവേഗം നമുക്ക് കരകയറണം.